നമസ്കാരം, ചലച്ചിറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് എന്തുണ്ട്, CPOയും WCPOയും എക്സാം വരുന്നുണ്ട്. അപ്പൊ കുറെ പേര് ഫോഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷമുള്ള കാര്യമാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് പഠിച്ചെടുത്ത് അത് നല്ലൊരു റാങ്കിലേക്ക് വരണം. അത് നല്ലൊരു റാങ്കിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പം വെറുതെ ഒരുപാട് എക്സാംസ് എഴുതി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നല്ലൊരു മികച്ച റാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യം, നമുക്ക് അത് ജോലി ഉറപ്പാണ് അല്ലെ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എങ്ങനെ നമുക്ക് ഈ പ്രാവശ്യത്തെ CPO അല്ലെങ്കിൽ WCPO IRB ഏതാണെങ്കിലും ഫോഴ്സ് ഏതൊക്കെയുണ്ട്, അപ്പൊ ഞാനിത് സ്പെഷ്യലൈസ് CPOയും WCPO മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഏത് ഫോഴ്സ് അല്ലെങ്കിൽ ഏത് എക്സാം ആയിക്കോട്ടെ, ഇനി വരുന്ന ഏത് എക്സാം ആയിട്ടും കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു മികച്ച റാങ്ക് കിട്ടുക. മികച്ച റാങ്ക് കിട്ടിയാൽ മാത്രം നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. സോ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആപ്പ് കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഒരു നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്താൽ മതിയാവും. ഇതില് ഇപ്പൊ നമുക്ക് ഏത് എക്സാം ആണോ, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ എക്സാംസിന്റെ കോഴ്സുകളും റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് എക്സാം ആണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യുക, അത് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് എല്ലാം ഉണ്ട്. മിഷൻ കാക്കി ആണെങ്കിൽ ഇപ്പൊ നമ്മൾ CPO WCPO കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മിഷൻ കാക്കി ഫോഴ്സ് എല്ലാം വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യലി ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ എത്രയും വേഗം നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഈ CPO അല്ലെങ്കിൽ WCPO മുമ്പ് എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുവരെ എക്സാംസ് എഴുതിയിട്ടില്ലാത്തവരുണ്ടാവാം, ഫോഴ്സ് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം. ഒരുവിധം എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് എഴുതുന്നവർക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് കൂടി എക്സ്പെഷ്യലി കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഇതിന്റെ സിലബസ് ആണ്. ഏതൊരു എക്സാം എഴുതുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് കൃത്യമായി അറിഞ്ഞു, വെറുതെ ഫോണിലും അല്ലെങ്കിൽ ലാപ്പിലും ഒക്കെ PDF ഇട്ട് ജസ്റ്റ് നോക്കുന്നതിനേക്കാളും അതായത് അതിന്റെ പ്രിന്റ് എടുത്ത് വെച്ച് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ പഠിക്കണം, ഞാൻ എഴുതുന്ന എക്സാമിനായിട്ട് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഏതൊക്കെ എക്സാം എഴുതുന്നുണ്ട്, ഇപ്പൊ ഫോഴ്സ് എഴുതുന്നവര് സെക്കൻഡറി അസിസ്റ്റന്റ് എഴുതുന്നുണ്ടാവും, അല്ലാത്ത ബാക്കി എല്ലാ +2 ലെവൽ 10th ലെവൽ എല്ലാ എക്സാംസും എഴുതുന്നുണ്ടാവും. അപ്പം ഏതൊക്കെ എക്സാം എഴുതുന്നു ആ എക്സാംസിനൊക്കെ എന്താണ് സിലബസ് എന്ന് കൃത്യമായി അറിഞ്ഞു തന്നെ പോവുക. അപ്പൊ അത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഫോണിലൊക്കെ PDF ഇട്ടിട്ട് നോക്കുന്നതിനേക്കാളും അതിന്റെ പ്രിന്റ് എടുത്ത് വെച്ച് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, ഇതൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത്, എന്റെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സിലബസ് ആണ്. അപ്പൊ സിലബസ് എന്താണെന്ന് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ടെലിഗ്രാം ചാനലിൽ എല്ലാ സിലബസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് സിലബസ് ആണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. അപ്പം നമ്മുടെ സിലബസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാഷിം സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ ഇപ്പൊ എന്താ, GKയും CAയും ആയിട്ട്, അതായത് കറണ്ട് അഫയേഴ്സുമായിട്ട് 50 മാർക്സ് ആണ് അല്ലെ. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് 20 മാർക്സ്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചില ആഡ് ചെയ്തിട്ടുണ്ട്, ചിലത് അതിനെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കണം. അങ്ങനെ വലിയ പാടൊന്നുമില്ല, അതിന്റെ കോഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സ് മാത്രമായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നന്നായിട്ട് പഠിക്കുക. പിന്നെ GK+CA അത് മെയിൻ ആയിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക തന്നെ വേണം. അതിലെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ സാർ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ മൊത്തം 100 മാർക്ക് ആയില്ലേ. അപ്പൊ GK+CA കറണ്ട് അഫയേഴ്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു പോയാൽ മാത്രമേ കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ആൻസർ അറിയില്ല, അങ്ങനെയാണ് ഒരുപാട് പേര് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല എന്നാണ്. അപ്പം കറണ്ട് അഫയേഴ്സ് വളരെ കൃത്യമായി പഠിച്ചു പോവുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക. പിന്നെന്ത് ചെയ്യുക, എല്ലാ മാസത്തെ എല്ലാ വീഡിയോയും നമ്മൾ ഇടുന്നുണ്ട്, എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയും നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പം ജോലിക്ക് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടാകും, പ്രത്യേക കോഴ്സ് പുറത്തു പോയി പഠിക്കാത്തവരുണ്ടാകും. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ ടൈമിങ്, ഞാൻ ഇതിൽ ടൈമിങ്ങിനെ പറ്റി പറയുന്നില്ല, അപ്പം ഒരു ദിവസം ഏതൊക്കെ സബ്ജക്ട് പഠിക്കണം എന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും എളുപ്പമുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങൾക്ക്
എളുപ്പമുള്ള സബ്ജക്ട് തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക, അത് ഓക്കെ, അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിലബസ് എടുത്തിട്ട് നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റും, നിങ്ങൾക്ക് ചിലർക്ക് മാത്സ് എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് കുറച്ച് പാടായിരിക്കും, ചിലർക്ക് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. സ്പെഷ്യൽ ടോപ്പിക് ഒരുവിധം എല്ലാവർക്കും പുതിയതായിരിക്കും, മീൻസ് എല്ലാവരും ഒന്നും തന്നെ പഠിക്കേണ്ടി വരും, മറന്നു പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ തവണ പഠിച്ചവരെ. ചിലർക്ക് മലയാളം എളുപ്പമായിരിക്കും, ചിലർക്ക് മലയാളം തീരെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഒരു ദിവസം ഏതൊക്കെ പഠിക്കണം അങ്ങനെ ഒരു ഇതിൽ പോകാതെ ഒരു മാസം നമ്മളിങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ബാക്കി എങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളത് ഏതാണ്, നിങ്ങൾക്ക് എളുപ്പമുള്ള സംഭവം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. എനിക്കിപ്പോ GK അല്ലെങ്കിൽ ജിയോഗ്രഫി നന്നായിട്ട് അറിയാം, അപ്പൊ ഞാൻ ജസ്റ്റ് വീണ്ടും അത് തന്നെ, അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. സോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളതിനെ അഭിമുഖീകരിക്കും. നിങ്ങൾക്ക് പേടിയായിരിക്കും, എനിക്കത് പാടാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് അതങ്ങ് വിട്ടേക്കാം, ഒരുപാടൊന്നും വിടരുത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സയൻസിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, തീരെ പറ്റുന്നില്ല എങ്കിൽ അത് ഒഴിവാക്കാം എന്നല്ലാതെ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, ഇപ്പൊ ജിയോഗ്രഫി പാടാണ്, മൊത്തത്തിൽ ജിയോഗ്രഫി അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. ഏതാണോ വീക്ക് ആയിട്ടുള്ളത് അത് നിങ്ങൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യുക, അത് പഠിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ഒരു സബ്ജക്ട് സെപ്പറേറ്റ് പഠിക്കണമെന്ന് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് വീക്ക് ഉള്ളത് തന്നെയാണ് കൂടുതൽ പഠിക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, എങ്ങനെയാണ് ഇതിന്റെ സിലബസും കാര്യങ്ങളും വരുന്നത്. ഇതിന്റെ എക്സ്പാൻഷൻ ഒക്കെ സാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പറയാത്തത്. അപ്പം ഇതിപ്പോ എന്താണ്, ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, എക്കണോമിക്സ് 5, ഭരണഘടന 8, അതിന്റെ വെയിറ്റേജ് നോക്കി തന്നെ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഏത് എക്സാം ആണോ, സോറി, അപ്പൊ ഏത് ടോപ്പിക് ആണോ അതിന്റെ വെയിറ്റേജ് എത്ര ഉണ്ട് എന്ന് നോക്കി മാത്രം പഠിക്കുക. അപ്പൊ നമുക്ക് വളരെ കുറച്ച് വെയിറ്റേജ് ഉള്ളതിന് ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഈ ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3, കലാ, കായിക, സാഹിത്യം, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കാണ് കേട്ടോ. അടുത്ത മാത്സ് ഉണ്ട് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ് അതും 10 ആണ്. പിന്നെ നമുക്ക് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, അത് നിങ്ങളുടെ സസ്യങ്ങളുടെ സ്വഭാവം ചെറുതായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കാര്യം സാർ പറഞ്ഞിട്ടുണ്ടാവും, അത് 20 മാർക്സ് ആണ് കേട്ടോ. അപ്പൊ അതും പഠിക്കണം, സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കണം, ബാക്കിയുള്ളതും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, ഇപ്പം ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ആദ്യം മുതൽ ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതിന്, അല്ലെങ്കിൽ കുറച്ച് അറിയുന്നവർ PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്യേണ്ടത് ഒരു POQ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക കേട്ടോ. ഡെയിലി ചെയ്തില്ലെങ്കിൽ വീക്കിലി ഒരു 3 ടൈംസ് എങ്കിലും ചെയ്യാം. 3 ടൈംസ് അല്ല, ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യാം. പിന്നെ പഠിക്കേണ്ടത് SCERT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഈ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ SCERT ചാപ്റ്റേഴ്സ് ഒരെണ്ണം ഒരു ദിവസം, ഒരുപാടൊന്നും പഠിക്കണ്ട, ഒരു ദിവസം ഒരെണ്ണം എല്ലാം കവർ ചെയ്യണം കേട്ടോ. എക്സാമിന് മുന്നേ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് SCERT ഒരു ചാപ്റ്റർ ഒരു ദിവസം പഠിക്കുക. CA എന്ന് പറയുമ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് തന്നെ നോക്കി പോവുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. സോ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കി പോവുക. കൂടാതെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കണം. എക്സ്ട്രാ ഒരുപാട് പദ്ധതികളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരുന്നു, അതെല്ലാം നോക്കി തന്നെ പോവുക. പിന്നെ മലയാളം, ഇംഗ്ലീഷ് കേട്ടോ. മലയാളം, ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷിന് വൊക്കാബുലറി ഉണ്ട്, 5 മാർക്ക് സെപ്പറേറ്റ് ആണ്, ബാക്കി ഗ്രാമർ സെപ്പറേറ്റ് ആണ്. അപ്പം ഡെയിലി എന്ത് ചെയ്യാം, മലയാളത്തിന്റെ ഇപ്പൊ പദശുദ്ധി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, അതൊരു 5 എണ്ണം പഠിക്കുക. ഇംഗ്ലീഷിൽ ഒരു 5 വൊക്കാബുലറി ടൈപ്പിൽ എന്തൊക്കെ വരുന്നുണ്ട് അതിലൊരു 5 എണ്ണം പഠിക്കുക. പിന്നെ വരുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമർ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്ക് ഒന്നല്ലെങ്കിൽ മൊത്തത്തിൽ പഠിക്കുക. അതായത് ഒരാഴ്ച പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 3 ടൈംസ് എങ്കിലും പഠിക്കുക. ഒരു 3 ദിവസമെങ്കിൽ 4 ദിവസമെങ്കിലും ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, പിന്നെ മാത്സ് ചിലർക്ക് ചില ടോപ്പിക് എളുപ്പമായിരിക്കും, ചില പാടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പാടുള്ളത് തന്നെ മാക്സിമം ആദ്യമേ പഠിച്ച് തറവാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ മാത്സ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്കിലി ഒരു 4 ടോപ്പിക്കെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ആവത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് വീക്ക് ആയിട്ടുള്ളത്, ഏതാണ് എളുപ്പമായിട്ടുള്ളത്. അപ്പൊ എളുപ്പമായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ആ ടോപ്പിക് എടുക്കാൻ, പാടായിട്ടുള്ളതാണ് എങ്കിൽ അത് ആ ടോപ്പിക് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തായാലും എന്ത് മാത്സ് ആയാലും അത് ഒരു ദിവസം പാടാണെങ്കിൽ എന്ത് ചെയ്യും, അത് 1-2 ദിവസം പോകും, അത് സാരമില്ല. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. എളുപ്പമുള്ള ആദ്യത്തെ കുറച്ച് സംഭവങ്ങൾ പഠിച്ച് ബാക്കി ക്വസ്റ്റ്യൻ പാടായിട്ട് വരുമല്ലോ, അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാതിരിക്കാം. പക്ഷെ അപ്പം എളുപ്പമുള്ളത് മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൽ പാടുള്ളതാണ് വരുന്നത് ചെയ്യില്ല. അപ്പം ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിപ്പോ 2 ദിവസം എടുത്താലും 3 ദിവസം എടുത്താലും അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോവുക. മാത്സ് ഒരുപാട് ടോപ്പിക് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, പിന്നെ അത് അതിന്റെ ബേസിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, അത് പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ വർക്ക് ആൻഡ് ടൈം ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ്, പൈപ്പ് ആൻഡ് സിസ്റ്റം ഏതായാലും എന്ത് ചെയ്യുക, അത് പിന്നെ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെയാണ്. പിന്നെ NCERT ഞാൻ ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നില്ല,
കാരണം നിങ്ങളിപ്പം തുടങ്ങുവാണെങ്കിൽ ആദ്യം തൊട്ട് തുടങ്ങുവാണെങ്കിൽ NCERT കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. അല്ല ഇപ്പോ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, മുന്നേ PSC ഒക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ NCERT കൂടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, PSC ബുള്ളറ്റിനോ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ കംപ്ലീറ്റ് ആയിട്ട് തരുന്നുണ്ട്, അങ്ങനെ നോക്കാം. പിന്നെ PSC ബുള്ളറ്റിൻ നോക്കാം. PSC ബുള്ളറ്റിൻ നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ തൊഴിൽ വീതി, തൊഴിൽ വാർത്തയിലൊക്കെ വരുന്ന കറണ്ട് അഫയേഴ്സ് ഇവിടെ ഒന്ന് നോക്കിപ്പോണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട, POQ ചെയ്യാം. ഒരു 4 എണ്ണമെങ്കിലും ഒരാഴ്ചയിലാണ് കേട്ടോ, ഒരു 4 എണ്ണമെങ്കിലും ചെയ്യാം. ദിവസം ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചാണ് അത് പറയുന്നത്. പിന്നെ SCERT ഒരു ചാപ്റ്റർ നോക്കുക, ഡെയിലി CI നോക്കുക, മലയാളം ഇംഗ്ലീഷ് ഒരു പദശുദ്ധി ആണെങ്കിൽ ഒരു 5 എണ്ണം പഠിക്കുക, ഇംഗ്ലീഷ് വൊക്കാബുലറി ഒരു 5 എണ്ണം പഠിക്കുക. അതിൽ പിന്നെ ഒരു ഗ്രാമർ നോക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമർ നോക്കുമ്പോൾ ഗ്രാമർ ആയാലും ഈ മാത്സ് ആയാലും ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു വീക്കിലി ഒരു 3 ദിവസം പഠിച്ചാലും മതി, പക്ഷെ കംപ്ലീറ്റ് ആക്കിയിട്ടേ പോവാവും. പിന്നെ എന്താ, PSC ബുള്ളറ്റിൻ, പിന്നെ NCERT ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി തുടങ്ങിയാലും മതി. നമ്മളൊരു 6 ദിവസം പഠിക്കണം. നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ ഫുൾ ടൈം PSC ആണ് നോക്കുന്നതെങ്കിൽ അവർക്ക് ഫുൾ ടൈം കിട്ടും. ഒരു 10-18 മണിക്കൂർ പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ലാതെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു ദിവസം, പക്ഷെ ഇന്നിപ്പം പഠിക്കണ്ട അങ്ങനെ വെക്കരുത്. എങ്ങനെയും ഒരു മണിക്കൂറാണെങ്കിൽ കൂടി നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് 1 മണിക്കൂറാണെങ്കിൽ ഇത് മാറ്റിക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിന്റെ മാറ്റം തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ പഠിച്ചതിന്റെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ. ഓക്കെ, അപ്പൊ 6 days സ്റ്റഡി പ്ലാൻ വരിക. 7ാമത്തെ ദിവസം പഠിക്കേണ്ടതല്ല, 7ാമത്തെ ദിവസം ഈ ആഴ്ച പഠിച്ച എത്ര എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാതെ ഇപ്പം ശനിയാഴ്ച വരെ പഠിക്കും, ഞായറാഴ്ച അവധിയാണല്ലോ, അതിപ്പോ റിവിഷൻ ചെയ്യണ്ട എന്ന് വെച്ചിട്ട് വീണ്ടും തിങ്കളാഴ്ച പുതിയ സ്റ്റഡി പ്ലാനുമായിട്ട് അടുത്ത ടോപ്പിക്കായിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. റിവൈസ് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച മൊത്തം പഠിച്ചത് വേസ്റ്റ് ആവുകയാണ്. നിങ്ങൾക്ക് അത് എക്സാമിന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് റിവിഷൻ കുറച്ചല്ലേ ഉള്ളൂ, അപ്പം ഒരാഴ്ചയോളം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ ഞായറാഴ്ച നിങ്ങൾക്ക് അവധിയുമായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. കുറച്ച് കാലത്തേക്ക് കല്യാണം അങ്ങനത്തെ ഉള്ള ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി വെക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, 5 to 6 hours. ഇത് നോർമൽ ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ്, അത് ജോലിക്ക് പോകുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നവര്, കോച്ചിങ്ങിന് പോകുന്നവര്. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവരാണ്. അല്ലാണ്ട് ഒരു പരിപാടി ഇല്ലാതെ PSC എന്ന് മാത്രം പറഞ്ഞ് നിൽക്കുന്നവർ 5-6 മണിക്കൂർ അല്ല പഠിക്കേണ്ടത്, ഒരു 10-15 മണിക്കൂറെങ്കിലും അവർ പഠിക്കുക. അതുപോലെ തന്നെ സയൻസിൽ ചിലർ ഫിസിക്സ് പഠിക്കില്ല, ചിലർ കെമിസ്ട്രി പഠിക്കില്ല, ചിലർ ബയോളജി പഠിക്കില്ല. അങ്ങനെ പഠിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 3 മാർക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 മാർക്കാണ്. ഞാനത് തീരെ പഠിക്കുന്നില്ല എന്നതിനെ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ചിലർക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ 3 മാർക്കില്ല, അത് 3 മാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, എളുപ്പമുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ചായിട്ട് നോക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക് രസതന്ത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഭൗതിക ഫിസിക്സിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രകാശം പറ്റുന്നില്ലെങ്കിൽ പ്രകാശം മാത്രം ഒഴിവാക്കുക, ബാക്കിയുള്ളതെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ചിലർ മൊത്തത്തിൽ അങ്ങ് ഫിസിക്സ് എനിക്ക് ഇഷ്ടമല്ല എന്ന് വെച്ച് ഫിസിക്സ് മാത്രം, അതിന് 3 മാർക്കല്ലോ, മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കണം. ചിലപ്പോൾ എളുപ്പമുള്ള 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര നഷ്ടമായിരിക്കും. ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ സയൻസ് വിഷയങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുക. ചിലർക്ക് ബയോളജി എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ എളുപ്പമുള്ളത് എപ്പോഴും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പഠിക്കാതെ പോകുന്നല്ല, റിവിഷൻ ചെയ്യാം. വീണ്ടും അത് അറിയുന്നെങ്കിലും കുഴപ്പമില്ല, അത് റിവൈസ് ചെയ്ത് തന്നെ പോവുക. പിന്നെ ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് ഏറ്റവും ഫോക്കസ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ, അപ്പൊ അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. പിന്നെ വെയിറ്റേജ് നോക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇത് നിങ്ങളൊരു ഓരോ മാസം ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 1 മാസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ ആണ്, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി NCERT ഒക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്താലും മതി. അപ്പൊ എന്ത് ചെയ്യുക, ഇതിപ്പോ ഒരു ദിവസം ഇംഗ്ലീഷ് 5 ഗ്രാമർ അങ്ങനെ ഈ പഠിക്കുമ്പോ എന്ത് ചെയ്യുക, ഇതെല്ലാം ഒരു ദിവസം തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 1 മാസം നോക്കാം എങ്ങനെയാണ് ഇത് പോകുന്നത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.